അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നെസ്റ്റഡ് വൈൽ ലൂപ്പ് ആണ്. അപ്പൊ നമ്മൾ നെസ്റ്റഡ് ഇഫ് പഠിച്ചായിരുന്നല്ലോ, അതെന്തായിരുന്നു? ഒരു ഇഫിനകത്ത് മറ്റൊരു ഇഫ് വരുന്നത്. ഒരു ഇഫിന്റെ അകത്ത് വേറൊരു ഇഫ് വരുന്നത് നമ്മൾ എന്ത് പറഞ്ഞത്? നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു. അപ്പൊ നെസ്റ്റഡ് വൈൽ എന്തായിരിക്കും? ഒരു വയലിനകത്ത് വേറൊരു വയൽ വരുന്നത്. വൈലിന്റെ ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? വേറൊരു വൈൽ ലൂപ്പ് ആയിരിക്കും അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. അപ്പൊ നെസ്റ്റഡ് വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്തായിരിക്കും, പറയാൻ പറ്റുമോ? വയലിനകത്ത് വേറെ വയൽ. അപ്പൊ ആദ്യം എന്ത് കൊടുക്കണം? വയല് മറ്റേ മറ്റേ ഇനിഷ്യലൈസേഷൻ. അപ്പൊ നോക്കാം, ഇവിടെ നോക്ക്. ഫസ്റ്റ് എന്ത് കൊടുത്തു? ഒരു ഇനീഷ്യലൈസേഷൻ കൊടുത്തു. പിന്നെ നമ്മളെ സാധാ ഒരു വയൽ അല്ലെ, വയൽ അതിന്റെ കണ്ടീഷൻ ഉണ്ട്. സാധാ നമ്മൾ കോളം കൊടുത്ത് പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ വയലിന്റെ ബോഡിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കാം, വയലിന്റെ ബോഡിയുടെ സ്ഥാനത്തിന് എന്താ കൊടുത്തിട്ടുള്ളത്? വേറൊരു വയൽ ലൂപ്പാ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിന്റെ ഇനീഷ്യലൈസേഷൻ, വയൽ കണ്ടീഷൻ, ബോഡി അല്ലെ. ഞാൻ ഉള്ളിൽ കൊടുത്ത വയൽ ലൂപ്പിന്റെ ബോഡി, അതിന്റെ അപ്ഡേഷൻ. ഇനി ഈ ലാസ്റ്റ് കൊടുത്ത അപ്ഡേഷൻ, ഇത് ഏതിന്റെ അപ്ഡേഷനാ? ആദ്യത്തെ വയലിന്റെ അപ്ഡേഷൻ. ആദ്യത്തെ വയലിന്റെ അപ്ഡേഷൻ ആണ് ഇത്. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് നമ്മുടെ നെസ്റ്റഡ് വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ ഈ നെസ്റ്റഡ് വൈൽ ലൂപ്പ് വെച്ച് ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതാം. എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് പറഞ്ഞു തരണം. നോക്കാം. ഇപ്പൊ നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മിനിമം എത്ര വൈൽ ലൂപ്പ് ഉണ്ടാവും? 2 ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ഒരു വൈൽ ലൂപ്പിനുള്ളിൽ ഒന്നേ കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ അപ്ഡേഷൻ അതിന്റെ അടുത്ത വൈൽ ലൂപ്പിന്റെ ഇനീഷ്യലൈസേഷൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇനീഷ്യലൈസേഷൻ, അതിന്റെ വൈൽ കണ്ടീഷൻ, ബോഡി, അങ്ങനെ എത്ര വൈൽ ലൂപ്പ് വേണമെങ്കിലും ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും മിനിമം എന്തുണ്ടാവും? ഒരു വൈൽ ലൂപ്പിന്റെ അകത്ത് വേറൊരു വൈൽ ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ 2 വൈൽ ലൂപ്പ് ഉണ്ടെങ്കിൽ എത്ര കൺട്രോൾ വേരിയബിൾ അല്ലെങ്കിൽ ലൂപ്പ് വേരിയബിൾ എത്ര എണ്ണം ഉണ്ടാവും? 3 3 രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം. 2 ഉണ്ടെങ്കിൽ 2 ഓരോ വൈൽ ലൂപ്പിനും ഓരോ ലൂപ്പ് വേരിയബിൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഐ എന്ന് പറയുന്ന ലൂപ്പ് വേരിയബിൾ ഞാൻ ഇവിടെ പുറത്ത് കൊടുത്തത് ഔട്ടർ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ ആയിട്ട് ഐയും ഇന്നർ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ ആയിട്ട് ജെയും ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കാം, ഞാൻ ഇവിടെ ഐ ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു. ഇനി രണ്ടാമത്തെ വൈൽ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ ഞാൻ ജെ ആണ് എടുക്കുന്നത്. അപ്പൊ ജെ യിൽ സ്റ്റാർട്ട് ചെയ്തു, 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വൈൽ j less than or equal to 3, പ്രിന്റ് ഐയും ജെയും ആണ് ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ പ്രിന്റ് ഐ കോമ ജെ എന്ന് കൊടുത്തു. ഇനി ജെന്റെ അപ്ഡേഷൻ എന്ത് കൊടുത്തു? ജെ പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തു. താഴെ ഞാൻ എന്ത് ചെയ്യുന്നു? ഐന്റെ അപ്ഡേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഞാൻ റൺ ചെയ്തെങ്കിൽ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്, പറയാൻ പറ്റുമോ? പ്രിന്റ് ഒന്നും 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 ഒന്നുമായിരുന്നു. ഒന്നായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നോക്കാം, നമുക്കിവിടെ എത്ര ലൂപ്പ് വേരിയബിൾ ഉണ്ട്? 2 അല്ലെ. ഐയും ഉണ്ട്, ജെയും ഉണ്ട്. അപ്പൊ ഐയിലും ജെയിലും നമുക്ക് സാധാ ലൂപ്പ് വേരിയബിൾ ആണല്ലോ, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളത്തെ വാല്യൂയോടെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ എനിക്കിവിടെ 2 ലൂപ്പ് വേരിയബിൾ ഉണ്ട്, ഐയും ജെയും ഉണ്ട്. അപ്പൊ ഞാൻ ചേഞ്ച് ചെയ്യേണ്ട വേരിയബിൾ ആയതുകൊണ്ട് അത് രണ്ടും കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മളെ പ്രോഗ്രാമിൽ അത് ഇതിലുണ്ടാവും, പ്രിന്റിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പ്രിന്റിനകത്ത് വരുന്നതാണ് നമുക്ക് ഔട്ട്പുട്ടായി കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇവിടെ പ്രിന്റിനകത്ത് എന്താ ഉള്ളത്? ഐയും കോമ ജെ അല്ലെ. ഇതല്ലേ ഇപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കാം, ആദ്യം ഐ എന്ന് പറയുന്നത് ഏതിൽ സ്റ്റാർട്ട് ചെയ്തു? ഐന്റെ വാല്യൂ എന്താ ആദ്യം? 1 അല്ലെ. അപ്പൊ ഐന്റെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണോ? ആണ്. അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ജെന്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാനാ പറയുന്നത്. അപ്പൊ ജെന്റെ വാല്യൂ എന്താ ഇവിടെ? 1 ആയി. ഇനി ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ഐയും ജെയും പ്രിന്റ് ചെയ്യാൻ പറയുന്നത് അല്ലെ. ഐയിൽ ഇപ്പൊ 1 ആണുള്ളത്, ജെയിലും ആരാ ഉള്ളത്? 1 ആണുള്ളത്. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി എന്റെ തൊട്ട് താഴെ എന്താ പറയുന്നത്? ജെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. ജെന്റെ വാല്യൂ 1 + 1. അപ്പം ജെന്റെ വാല്യൂ എന്താവും? 2 ആവും അല്ലെ.
ഇനി നോക്കിയേ, ജെന്റെ അപ്ഡേഷൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഏതിന്റെയാണോ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കഴിയുന്നത്, അന്നേരം നമ്മൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ എങ്ങോട്ട് പോകുന്ന പറഞ്ഞേ, എവിടെയാണോ അതിന്റെ കണ്ടീഷൻ ഉള്ളത്, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും അല്ലെ. അപ്പൊ ഇത് ജെന്റെ അപ്ഡേഷൻ ആണ്. അപ്പൊ ജെന്റെ കണ്ടീഷൻ അല്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പൊ ജെന്റെ വാല്യൂ എന്താ, 2 ആണ് അല്ലെ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ആണ്. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും, വീണ്ടും ഐയും ജെയും പ്രിന്റ് ചെയ്യണം. അപ്പോഴും ഐന്റെ വാല്യൂ എന്ത് തന്നെയാ, 1 തന്നെയാ അല്ലെ. അത് ചേഞ്ച് ആയിട്ടില്ല. ജെന്റെ വാല്യൂ പക്ഷെ ചേഞ്ച് ആയി. ജെന്റെ വാല്യൂ എന്തായി, 2 ആയി. അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും, 1 2 എന്ന് പ്രിന്റ് ചെയ്യും അല്ലെ. അത് പ്രിന്റ് ചെയ്തതിന് ശേഷം പിന്നെയും ജെന്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്തു. ജെന്റെ വാല്യൂ എത്രയായി, 3 ആയി. ഇനി 3 ആകുമ്പോ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ. എന്ത് പ്രിന്റ് ചെയ്യണം, ഐയും ജെയും പ്രിന്റ് ചെയ്യണം. ഐ എപ്പോഴും 1 ആണ്, ജെ എന്തായി, 3 ആയി. അതിനുശേഷം എന്തായി, ജെന്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ആവും. ജെ 4 ആയി. 4 വരുന്ന സമയത്ത് ഈ കണ്ടീഷൻ ട്രൂ ആണോ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെങ്കിൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ഫോൾസ് ആയി അല്ലെ. അപ്പൊ പ്രിന്റ് ചെയ്യോ, ഇല്ല. വയലിൽ നിന്ന് നേരെ പുറത്തോട്ട് വരും. ഈ വയലിന്റെ നേരെ പുറത്തോട്ട് വരുമ്പോ താഴെ എന്താ ഉള്ളത്, ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാനാ പറയുന്നത്. ഐന്റെ വാല്യൂ ഇപ്പൊ ഏതാ ഉള്ളത്, 1 അല്ലെ. അപ്പൊ ഇപ്പൊ എന്താവും, 2 ആവൂലേ. ഇനി 2 ആകുമ്പോ നോക്കി, ഐന്റെ വാല്യൂ 2 ആയി. ഐന്റെ വാല്യൂ 2 ആകുമ്പോ പിന്നെ എങ്ങോട്ടേക്കാ പോവാ, കൺട്രോള് ഐന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാ പോവാ അല്ലെ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്നാ ചോദിക്കുന്നത്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്, ജെന്റെ വാല്യൂ പിന്നെയും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 സ്റ്റാർട്ട് ചെയ്യണം. അതായത് ജെന്റെ വാല്യൂ പിന്നെയും എന്താവും, 1 ആവും. ഓക്കെ. ഇനി നേരത്തെ ചെയ്ത പോലെ ജെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നോക്കും. ആണെങ്കിൽ പ്രിന്റ് ചെയ്യിക്കും. എന്ത് പ്രിന്റ് ചെയ്യിക്കും, ഐയും ജെയും. ഐയിൽ ഇപ്പൊ കറന്റ് ഏതാ വാല്യൂ ഉള്ളത്, 2 ആണ്. ജെയിലോ 1. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യിക്കും, 2 1 പ്രിന്റ് ചെയ്യിക്കും അല്ലെ. ഇനി ജെന്റെ വാല്യൂ എന്താവും, ഒന്നുകൂടി ഇൻക്രിമെന്റ് ആവും. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യിക്കും, 2 2 എന്ന് പ്രിന്റ് ചെയ്യിക്കും. അതിന് ശേഷം 3 2 എന്ന് പ്രിന്റ്, അല്ല സോറി 2 3 എന്ന് പ്രിന്റ് ചെയ്യിക്കും അല്ലെ. അപ്പൊ 3 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താവും, ഈ ജെ എന്ന് പുറത്ത് വരും. ആ സമയത്ത് ഐന്റെ വാല്യൂ എന്താവും, 3 ആവും. ഐന്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് പിന്നെയും ഈ ലൂപ്പ് എത്ര പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യും, 3 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് എന്തായിരിക്കും, 3 1 3 2 3 3 എന്ന് കിട്ടും അല്ലെ. അതിനുശേഷം പിന്നെ എന്താവും, ഐ ഒന്നുകൂടി ഇൻക്രിമെന്റ് ആവും. ഐന്റെ വാല്യൂ 4 ആവും. അപ്പൊ 4 1 4 2 4 3 എന്ന് പ്രിന്റ് ചെയ്യിക്കും. 5 ആകുമ്പോ 5 1 5 2 5 3 എന്ന് പ്രിന്റ് ചെയ്യിക്കും. അതിനുശേഷം ഐന്റെ വാല്യൂ എപ്പോഴാണോ 6 ആവുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആവും. ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് തന്നെ പുറത്തോട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഐന്റെ വാല്യൂ 1 ആവുമ്പോ, അതായത് നമ്മളെ ലൂപ്പ് ഔട്ടർ ലൂപ്പിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്, 3 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 3 പ്രാവശ്യം ഐട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഔട്ടർ ലൂപ്പിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ എന്തായിരിക്കും, ഞാൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3 ആ ഒരു രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യിച്ച് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ നെസ്റ്റഡ് വൈൽ ലൂപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുക എന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് നെസ്റ്റഡ് വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ നമുക്ക് പാറ്റേൺ പ്രിന്റ് ചെയ്യണം. നമ്മൾ പാറ്റേൺ പ്രിന്റ് ചെയ്യാനാണ് പൊതുവെ എന്ത് യൂസ് ചെയ്യുക, ഈ നെസ്റ്റഡ് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. ഓക്കെ. ഇവിടെ നോക്കാം, ഞാനിപ്പോൾ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. എനിക്ക് അതേ രീതിയിൽ എന്ത് ചെയ്യണം, പാറ്റേൺ പ്രിന്റ് ചെയ്യണം. നമ്മളിപ്പോ പൊതുവെ ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂ ബേസിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പൊതുവെ ടെക്നിക്കൽ റൗണ്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പാറ്റേൺ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പാറ്റേൺ തരും, അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിപ്പോ വൈൽ ലൂപ്പ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടും പ്രിന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വൈൽ ലൂപ്പ് പഠിക്കുന്നത് കൊണ്ട് ഞാനിപ്പോ എന്ത് വെച്ച് ചെയ്യാനാ പറയുന്നത്, വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ. ഇവിടെ നോക്കാം, ഞാനൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതാണ് എന്റെ പാറ്റേൺ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ വയലിന്റെ അല്ലെങ്കിൽ നെസ്റ്റഡ് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നോക്കാം, ഈ ഒരു പാറ്റേൺ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നെസ്റ്റഡ് വൈൽ ലൂപ്പ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ലൂപ്പ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു മിനിമം നമുക്ക് നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ എത്ര ലൂപ്പ് ഉണ്ടാവും, 2 ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എത്ര വൈൽ ലൂപ്പ് വേണം, 2 വൈൽ ലൂപ്പ് വേണം. അപ്പൊ എത്ര ലൂപ്പ് വേരിയബിൾ ഉണ്ടാവും, 2 ലൂപ്പ് വേരിയബിൾ ഉണ്ടാവും അല്ലെ.
അപ്പൊ നോക്കാം, നമ്മൾ ഈ രണ്ട് ലൂപ്പ് വേരിയബിളില് ഒന്നാമത്തെ ലൂപ്പ്, അതായത് ഔട്ടർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിൽ എത്ര റോസ് ഉണ്ട് നോക്കാനാണ്. ഇപ്പൊ ഞാൻ ലൂപ്പ് വേരിയബിൾ അവിടെ ഐ ആണ് എടുക്കുന്നെങ്കിൽ ഐ എന്തിനു വേണ്ട എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണം, എന്റെ പാറ്റേണിൽ എത്ര റോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എന്തോ റോയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുന്നോ? ഞാൻ റിപ്പീറ്റ് അടിച്ച റോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വാങ്ങിയത്. ഓക്കെ. അപ്പൊ ഞാൻ രണ്ട് ലൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ വൈൽ ലൂപ്പ് എന്തിനാ, എത്ര റോ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എത്ര റോ ഉണ്ട് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ വൈൽ ലൂപ്പും, രണ്ടാമത്തെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ റോയിലും എത്ര എലമെന്റ് വീതം പ്രിന്റ് ചെയ്യിക്കണം എന്ന് കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, രണ്ടാമത്തെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഒന്നാമത്തെ വൈൽ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ ഞാൻ ഐ ആയിട്ട് എടുക്കുന്നത്, രണ്ടാമത്തെ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ ഞാൻ ജെ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഐ എനിക്ക് എവിടുന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട, ഇനീഷ്യലൈസേഷൻ കൊടുക്കണ്ടേ, അപ്പൊ ഐ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഒന്നീന്നല്ല, ഒന്നാമത്തെ റോ മുതൽ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഒന്നായിരിക്കും സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടീഷൻ എന്ത് കൊടുക്കേണ്ടി വരും, അതായത് നമ്മൾ ഐ ലൂപ്പ് എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണം, അതിനകത്ത് എത്ര റോ ഉണ്ടോ അത്രയും പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ എനിക്ക് ഈ ഒരു പാറ്റേണിൽ എത്ര റോസ് ഉണ്ട്, 5 റോസ് ആണ് ഉള്ളത്. അപ്പൊ അത് എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും, 5 പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന്റെ കണ്ടീഷൻ എന്ത് കൊടുത്താൽ മതി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ പോരെ, അല്ലേ. ഇനി അതേപോലെ ജെന്റെ കേസ് എന്ന് പറഞ്ഞ് ജെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നോക്കിയേ, ഒരു റോ നോക്കിയാൽ എത്ര എലമെന്റ് ഉണ്ട്, 5 എലമെന്റ് ഉണ്ട്. അതായത് ഐ വണ്ണാവുന്ന സമയത്ത്, റോ വണ്ണാവുന്ന സമയത്ത് എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണം, 5 പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്താലേ നമുക്ക് 5 സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റൂ. അപ്പൊ ജെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, 1 സ്റ്റാർട്ട് ചെയ്യണം. ജെന്റെ കണ്ടീഷൻ എന്തായിരിക്കും, ജെയും എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും, 5 പ്രാവശ്യം തന്നെ. അപ്പൊ കണ്ടീഷൻ എന്തായിരിക്കും, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 തന്നെ കൊടുത്തൂടെ. ഓക്കെ. ഇനി നോക്കാം, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇനീഷ്യലൈസേഷനും കിട്ടി, കണ്ടീഷനും കിട്ടി. ഇത് രണ്ടും കിട്ടിയാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് ലൂപ്പിനകത്തോട്ട് അപ്ലൈ ചെയ്യല് വേണ്ടു. നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഔട്ടർ വൈൽ ലൂപ്പ് ഐ കൊടുത്തു, ഐ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് നമ്പർ 1 ആണ്, അപ്പൊ ഐ ഈക്വൽ ടു 1 കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടീഷനാ കൊടുക്കണ്ടേ, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഐ വണ്ണാവുന്ന സമയത്ത് ഒന്നാമത്തെ റോയിലോട്ട് പോയി, ഒന്നാമത്തെ റോയിൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റാറിനെ പ്രിന്റ് ചെയ്ത് തുടങ്ങണം അല്ലെ. സ്റ്റാറിനെ പ്രിന്റ് ചെയ്യിക്കാൻ നമുക്ക് ഏത് വൈൽ ലൂപ്പ് വേണം, ലൂപ്പ് വേരിയബിൾ ജെ ആയിട്ടുള്ള വൈൽ ലൂപ്പ് വേണം. അപ്പൊ അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ജെ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. വൈൽ ജെന്റെ കണ്ടീഷൻ എന്താ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ. ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ, പ്രിന്റ് ചെയ്യിക്കുക വേണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, പ്രിന്റ് സ്റ്റാർ അല്ലെ, പ്രിന്റ് സ്റ്റാർ കൊടുത്തു. അതിന് ശേഷം നമുക്ക് ജെന്റെ അപ്ഡേഷൻ ആണ് വേണ്ടത്. അപ്പൊ എന്ത് കൊടുത്തു, ഒന്നിക്ക് ജെ ഈക്വൽ ടു ജെ പ്ലസ് 1 കൊടുക്കാം, അല്ലെങ്കിൽ ജെ പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കാം അല്ലെ. അപ്പൊ എന്തായി, നമ്മുടെ ഇന്നർ വൈൽ ലൂപ്പ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മൾ ഔട്ടർ വൈൽ ലൂപ്പിന്റെ അപ്ഡേഷൻ വേണ്ടേ. അപ്പൊ എന്ത് കൊടുക്കാം, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കാം അല്ലെ. ഇപ്പൊ നോക്കാം, ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഒന്നാമത്തെ ലൂപ്പ്, അതായത് ഒന്നാമത്തെ റോയിൽ പോകുമ്പോൾ എത്ര സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കണം, 5 സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ജെ എന്ന് പറയുന്ന ലൂപ്പ് കൊടുത്തിട്ടുള്ളത്. അതായത് ഐ വണ്ണാകുമ്പോ ജെ എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യും, 5 പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, 5 പ്രാവശ്യം സ്റ്റാറിനെ പ്രിന്റ് ചെയ്യിക്കും അല്ലെ. ഇനി 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യിച്ചതിന് ശേഷം എങ്ങോട്ടേക്ക് പോകും, രണ്ടാമത്തെ റോയിൽ എത്ര സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കും, 5 സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കും. ഇങ്ങനെ 5 റോ പ്രിന്റ് ചെയ്യിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ റണ്ണ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നോക്കിയേ, ഇത് ആ രീതിയിൽ പാറ്റേൺ വന്നു. ഇതല്ലേ നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നത് ആണോ, ഈ രീതിയിലാണോ നമ്മൾ കൊടുത്ത പാറ്റേൺ, അല്ല. അപ്പൊ നമുക്ക് എന്താ, പാറ്റേൺ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അതായത് നോക്കുക, ഇവിടെ ഒരു സ്റ്റാർ കഴിഞ്ഞ് തൊട്ടടുത്ത റോയിലാണ് രണ്ടാമത്തെ സ്റ്റാർ വന്നത്. നമുക്ക് അങ്ങനെ വരാൻ പാടില്ല. ഒരു സ്റ്റാർ കഴിഞ്ഞ് അടുത്ത സ്റ്റാർ അതേ റോയിൽ തന്നെ വരണം. അപ്പൊ നമുക്ക് സെയിം റോയിൽ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, എൻഡ്. എന്ത് ചെയ്താൽ മതി, സ്റ്റാർ കൊടുത്തതിന് ശേഷം കോമയിട്ട് എന്ത് കൊടുക്കുക, എൻഡ് ഈക്വൽ ടു ഒരു സ്പേസ് കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഒന്നാമത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്തു, ഒരു സ്പേസ് വിട്ടതിന് ശേഷം എന്ത് ചെയ്യും, അതേ റോയിൽ തന്നെ രണ്ടാമത്തെ സ്റ്റാറും പ്രിന്റ് ചെയ്ത് വരും. ക്ലിയർ ആണോ. ഇനിയിപ്പൊ ഞാൻ റൺ ചെയ്യുമ്പോ നോക്കാം, നേരത്തെ എല്ലാം ഒരു റോയിലായിരുന്നു, അല്ല ഒറ്റ ലൈനിലായിരുന്നു അല്ലെ, ഒറ്റ കോളത്തിലായിരുന്നു മൊത്തം പ്രിന്റ് ചെയ്ത് വന്നത്. ഇപ്പൊ എന്താ പ്രശ്നം, എല്ലാം ഒരു റോയിൽ പ്രിന്റ് ചെയ്ത് വന്നു. നമുക്ക് ഇങ്ങനെയാണോ പ്രിന്റ് ചെയ്യേണ്ടത്, ആദ്യത്തെ 5 റോ അല്ല 5 സ്റ്റാർ ഒരു റോയില്, അടുത്ത 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റോയിൽ വേണം പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിട്ട് അല്ലെ.
ഇവിടെ ഞാൻ ഇങ്ങനെ എൻഡ് ഈക്വൽ ടു സ്പേസ് കൊടുത്തോണ്ട് അതിനത് മനസ്സിലാവില്ല. അത് എന്ത് ചെയ്യും? എല്ലാം ഒരു റോയിൽ തന്നെ പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ 5 റോ, അതായത് ഈ ഒരു ലൂപ്പ് 5 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത റോ, അതായത് i ഈക്വൽ ടു i+1 ആവുന്നതിന് മുന്നേ ഇതിന്റെ കൺട്രോൾ എങ്ങോട്ട് പോകണം? സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കുന്നത് നെക്സ്റ്റ് റോയിലോട്ട് കൺട്രോൾ പോകണം അല്ലെ? അപ്പൊ ഒരു അങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ത്? ജസ്റ്റ് ഫ്ലാഷ് വെറുതെ ഒരു പ്രിന്റ് കൊടുത്താൽ മതി. സ്ലാഷ് അല്ല, എന്ത് കൊടുക്കണം? വെറുതെ ഇവിടെ ഒരു പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യത്തെ 5 സ്റ്റാർ പ്രിന്റ് ചെയ്തതിന് ശേഷം എന്താവും? പ്രിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ ഒരു പ്രിന്റ് കൊടുത്തെങ്കിൽ ഇവിടെ വരും. ഒന്നും ഇല്ലാണ്ട് പ്രിന്റ് കൊടുത്തെങ്കിൽ നെക്സ്റ്റ് റോയിലോട്ടാ വരുക അല്ലെ? അപ്പൊ കൺട്രോൾ നെക്സ്റ്റ് റോയിൽ പോവും. അപ്പൊ അടുത്ത ഫ്ലാഷ് റോയെ എന്താ? ഫ്ലാഷ് n കൊടുത്താലും അത് next വരും. എവിടെ സ്ലാഷ്? ആ പ്രിന്റിനകത്ത്. പ്രിന്റിനകത്തോ? ആ സ്ലാഷ് എന്നൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് വെറുതെ പ്രിന്റ് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നെക്സ്റ്റ് ലൈനിലോട്ട് പോയിക്കോളും. ആ ഓക്കെ, ആ ഇപ്പൊ നോക്കിയേ, ഇതല്ലേ നമ്മളെ പാറ്റേൺ എന്ന് പറയുന്നത്. ഉം. ക്ലിയർ ആണോ? കോഡ് ക്ലിയർ ആണോ? ആ ക്ലിയറാ. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയത്. ചെയ്യും. ചെയ്തോ? ആ കൂടത്തിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഉം. ഉം. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പൊ ഈ ഒരു പാറ്റേൺ ക്ലിയർ ആണ് അല്ലെ? ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരു പാറ്റേൺ തരാം. ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്ത്, ഇതാണ് പാറ്റേൺ. ചെയ്യാൻ പറ്റുമോ നോക്കിയേ.
കിട്ടുന്നുണ്ടോ? ഏ ചെയ്ത് നോക്കിയോ? പഠിപ്പിച്ചേ. ആ കിട്ടുന്നില്ലെങ്കിൽ പറ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെയ്തു ചെയ്തു എന്താ ചെയ്തു. ചെയ്തു? ഷെയർ ചെയ്തേ സ്ക്രീൻ. ഉം. ഷെയർ ചെയ്തേ. ഓക്കെ, എങ്ങനെയാ കൊടുത്തേ? കണ്ടീഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ജെന്റെ കണ്ടീഷൻ കൊടുത്തത്. ആ ഇവിടെ ഉം. I less than or equal to 5. 1 less than or equal to 5 ആ. കോഡ് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ആ ജെന്റെ കണ്ടീഷൻ എങ്ങനെയാ കൊടുത്തതെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. J less than or equal to I കൊടുത്തു. അതെന്തുകൊണ്ടാ അങ്ങനെ കൊടുത്തേ? അപ്പോ ഈ I ആദ്യം 1 ആവും, അപ്പൊ J 1 ആവും. അപ്പൊ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഒറ്റക്ക് ചെയ്തതാണോ? നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ ബാക്കി പറ. എന്നിട്ട് ഒരു സ്റ്റാർ പ്രിന്റ് ആവും. ആ. പിന്നെ ശേഷം J ഇൻക്രിമെന്റ് ആവും. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ആണെന്ന് നോക്കും. അപ്പം കണ്ടീഷൻ തെറ്റാ. അപ്പം പ്രിന്റ് കൊടുത്ത് ഒരു സ്പേസ് വന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. നെക്സ്റ്റ് റോയിലോട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. I2 ആവും. ഞാൻ ചോദിച്ചത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേ? ആ ജെന്റെ കണ്ടീഷൻ എങ്ങനെ വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേ. ഓക്കെ, അതായത് നോക്ക്, ഞാൻ തന്ന പാറ്റേണിൽ ഒന്നാമത്തെ റോയിൽ എത്ര ജെയാ ഉള്ളത്? ഒരു ജെയാ ഉള്ളത് അല്ലെ? രണ്ടാമത്തെ അല്ല, ഒരു സ്റ്റാറാ ഉള്ളത്. ഇനി രണ്ടാമത്തെ റോയിലോട്ട് വരുമ്പോ എത്ര സ്റ്റാർ ഉണ്ട്? 2 സ്റ്റാർ ഉണ്ട്. മൂന്നാമത്തെ റോയിലോട്ട് വരുന്ന സമയത്ത് 3 സ്റ്റാർ ഉണ്ട്. അതായത് ഇവിടെ I1 ആകുമ്പം J1 ആണ്, I2 ആകുമ്പം J2 ആണ്, I3 ആകുമ്പം J3 ആണ് അല്ലെ? അതായത് ഐയും ജെയും എന്താ? ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഐന്റെ കണ്ടീഷൻ മറ്റതുപോലെ തന്നെ 5 റോ ഇല്ലോണ്ട് എന്താ ഐന്റെ കണ്ടീഷൻ എന്ത് കൊടുത്തു? I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു അല്ലെ? ജയിലോട്ട് വരുന്ന സമയത്ത് I ഒന്നാവുന്ന സമയത്ത് ഒരു ജെ മാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ലൂപ്പ് ജെ വരുന്ന ലൂപ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഐട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ? ഇനി I രണ്ടാവുന്ന സമയത്ത് ജെ വരുന്ന ലൂപ്പ് എത്ര പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യണം? 2 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യണം. അങ്ങനെ I എത്രയാണോ അതനുസരിച്ച് ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജെന്റെ കണ്ടീഷൻ എന്ത് കൊടുക്കണം? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു I എന്ന് വേണം കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ? അപ്പം I1 ആകുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് ജെ 1 ആവുന്ന സമയത്ത് മാത്രമേ കണ്ടീഷൻ ട്രൂ ആവൂ. അപ്പൊ നമുക്ക് ഒരു സ്റ്റാർ മാത്രം പ്രിന്റ് ആവും. ഇനി I രണ്ടാവുന്ന സമയത്തോ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അല്ലെ? അപ്പൊ ജെ 1 ആവുന്ന സമയത്തും ജെ 2 ആവുന്ന സമയത്തും മാത്രമേ ആ ഒരു ലൂപ്പ് ഐട്രേറ്റ് ചെയ്യൂ. അതായത് 2 സ്റ്റാർ മാത്രമേ പ്രിന്റ് ആവൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. അപ്പൊ നാളത്തേക്കുള്ള വർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്ത ഈ ഒരു പാറ്റേൺ ഇല്ലേ, അതിന്റെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുക. ആദ്യം 5 സ്റ്റാർ, പിന്നെ 4 സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, പിന്നെ 1 സ്റ്റാർ. ഓക്കെ, അതിന്റെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേറെ ഒരു പാറ്റേൺ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും ചെയ്യേണ്ടി വരുമോ? ഒരു ഐഡിയ പറയാൻ പറ്റുമോ? ഏത് പാറ്റേൺ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് മറ്റേ ഫ്രണ്ട് ഭാഗം മാത്രമേ കാണുന്നു. എന്താ?
ഇപ്പൊ കാണുന്നു. ഓക്കെ. ഇപ്പൊ എന്താ കാണുന്നേ? ഇപ്പൊ സ്ക്രീൻ കിട്ടി. പൈച്ചാമ്പ് കാണുന്നുണ്ടോ? ആ. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രിന്റ് ചെയ്യാം? മറ്റേ സ്പേസിന്റെ ഭാഗം കൂട്ടണം, അങ്ങനെ എന്തോ. നേരത്തെ ചെയ്തതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നേരത്തെയും ഒരു റോയിൽ ഒരു സ്റ്റാർ, രണ്ടാമത്തെ റോയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോയിൽ 3 സ്റ്റാർ തന്നെയായിരുന്നു നേരത്തെ നമ്മൾ പ്രിന്റ് ചെയ്തത്. പക്ഷെ നേരത്തെ എന്ന് പറയുന്ന എല്ലാ സ്റ്റാറും മാർജിനോട് ചേർന്നായിരുന്നു ഉണ്ടായത് അല്ലേ? പക്ഷെ ഈ ഒരു കേസിൽ നോക്ക്, ഫസ്റ്റ് എത്രയോ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ റോയിലോട്ട് വരുന്ന സമയത്തും എത്രയോ സ്പേസ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു റോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. ഓരോ റോയിലും എത്ര എലമെന്റ് വേണമെന്നുള്ളത് നമ്മൾ രണ്ടാമതൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും സമയം ചെയ്തത്. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് എത്രയോ സ്പേസ് കൂടി പ്രിന്റ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു സ്പേസ് പ്രിന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? മൂന്നാമതൊരു വൈൽ ലൂപ്പ് കൂടി വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ നമുക്ക് എത്ര വൈൽ ലൂപ്പ് വേണ്ടി വരും? 3 വൈൽ ലൂപ്പ് വേണ്ടി വരും അല്ലെ? അപ്പൊ നോക്കാം, 3 വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലൂപ്പിന്റെ ലൂപ്പ് വേരിയബിൾ i എടുത്തു, രണ്ടാമത്തേന്റെ j എടുത്തു, മൂന്നാമത്തേന്റെ എന്തായിരിക്കും? ഞാനിപ്പോ k എടുത്തു. ഇനി നോക്കാം, i എന്തിനായിരിക്കും നമുക്ക് എപ്പോഴും എന്തിനാ കൊടുക്കുക? എത്ര റോ ഉണ്ട് എന്ന് പ്രിന്റ് ചെയ്യാനാണ് അല്ലെ? അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? 5 ആയിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്തു? ഐന്റെ വാല്യൂ i 1 സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? i less than or equal to 5. i less than or equal to 5 ആയിരിക്കും അല്ലെ? നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി j നോക്കിയേ, ഒന്നാമത്തെ റോയിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ റോയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോയിൽ 3 സ്റ്റാർ. അപ്പൊ j ന്റെ കണ്ടീഷൻ എന്തായിരിക്കും? j less than or equal to 5. 5 ആണോ? i 1 ആവുമ്പോ j 5 പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്യണോ? i 1 ആവുന്ന സമയത്ത് j 5 പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്യണോ? j less than or equal to i. j less than or equal to i അല്ലെ? ഇവിടെ i യും j യും നേരത്തെ പോലെ തന്നെ എന്താ? ഈക്വൽ ആണ്. അപ്പൊ j ന്റെ കണ്ടീഷൻ എന്തായിരിക്കും? j less than or equal to i ആയിരിക്കും. ഇനി നമുക്ക് ഇതേപോലെ ഏതിന്റെ കണ്ടീഷൻ കൂടി വേണം? k ന്റെ കണ്ടീഷൻ കൂടി വേണം അല്ലെ? k ന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഇവിടെ ഓരോ റോയിലും എത്ര സ്പേസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? എന്നാലേ നമുക്ക് j ന് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ നോക്കാം, നമുക്ക് ഇനി അത് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ റോ എന്ന് പറയുമ്പോ i എന്താ? 1 അല്ലേ? അപ്പൊ ഒന്നാമത്തെ റോയിൽ എത്ര j ഉണ്ട്? എത്ര സ്റ്റാർ ഉണ്ട്? ഒരു സ്റ്റാർ. അപ്പൊ j യും 1 ആണ്. ഇനി ഒന്നാമത്തെ റോയിൽ എത്ര സ്പേസ് ഉണ്ട് നോക്കിയേ. ഈ ഒരു x-ന് നേരെ എന്തില്ല? സ്റ്റാർ ഒന്നുമില്ല. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട് അല്ലെ? ഇനി ഈ രണ്ടാമത്തെ x-ന് നേരെ സ്റ്റാർ ഉണ്ടോ? അല്ല, സ്റ്റാറിന് നേരെ സ്റ്റാർ ഉണ്ടോ? ഇല്ല. അപ്പൊ 2 സ്പേസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റാറിന് നേരെ സ്റ്റാർ ഉണ്ടോ? ഇല്ല. അപ്പൊ മൂന്നാമത്തെ സ്പേസ് ആയി. ഇനി ഇതിന് നേരെ സ്റ്റാർ ഉണ്ടോ? ഇല്ല. അപ്പൊ 4 സ്പേസ് കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ഒന്നാമത്തിൽ എത്ര സ്പേസ് ഉണ്ട്? അപ്പൊ k എത്രയാ? 4 ആണ് അല്ലേ? ഇനി രണ്ടാമത്തെ റോയിലോട്ട് വരുമ്പോ i2, j എത്രയാ? 2. സ്പേസ് kയോ? 3. ഇനി അടുത്ത റോയിലോട്ട് വരുമ്പം i3, j യോ? 3 തന്നെയാണ്. സ്പേസ് എത്രയുണ്ട്? 2 അല്ലേ? പിന്നെ i4, j4, അവിടെ സ്പേസ് എന്ന് പറയുന്ന ഒറ്റൊരു സ്പേസേ ഉള്ളൂ. കണ്ടോ, ഇതിന് നേരെയുള്ള ഒരു സ്പേസേ ഇവിടെ ഉള്ളൂ. ഇനി അഞ്ചാമത്തെ റോയിലോട്ട് വരുമ്പം i5, j5, സ്പേസ് ഉണ്ടോ അവിടെ? ഇല്ല, അവിടെ സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഔട്ടർ ലൂപ്പ് ചെയ്ത് i അല്ലെ? അപ്പം i യുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണ് ഇതിന് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ? അപ്പൊ നോക്കാം, ഇവിടെ ഈ i യും k യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? റിവേഴ്സ് നമുക്ക് ഇതിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ റിവേഴ്സ് ആണ് എന്നുള്ളത് കണ്ടീഷൻ വെച്ച് പറയുമ്പോ? ഇല്ല, റിവേഴ്സ് ഒന്നും പറയാൻ കഴിയും. ഇവിടെ ഇപ്പം 5, ഇവിടെ ഇപ്പൊ 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ നേരെ റിവേഴ്സ് ആണോ ഇത്? അല്ല. ഇവിടെ നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാ? 5 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് റോസ് 5. അതിൽ ഒന്നാമത്തെ റോ എന്ന് പറയുമ്പോ 1 അല്ലേ? ഈ 5 - 1 അല്ലേ 4 എന്ന് പറയുന്നത്?
ആ അതേപോലെ രണ്ടാമത്തെ റോയിലോട്ട് പോകുമ്പം ടോട്ടൽ നമ്പർ 5, രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ 5 മൈനസ് 2 അല്ലേ, അതിൽ 3 സ്പേസ് അല്ലേ ഉണ്ടായത് ആ അല്ലെ. ഇനി മൂന്നാമത്തെ റോയിലോട്ട് വരുമ്പം 5 മൈനസ് 3 2 സ്പേസ് അല്ലേ മൂന്നാമത്തെ റോയില്. ആ അതായത് ടോട്ടൽ നമ്പർ ഓഫ് റോസിന് നമ്പർ ഓഫ് അല്ലെ എത്രാമത്തെ റോ, അതായത് എന്താ ഇപ്പൊ പറയാ, ടോട്ടൽ നമ്പർ ഓഫ് റോസ് 5 അല്ലെ, അതിൽ എത്രാമത്തെ റോ ആ ഒരു റോയില് സ്പേസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് റോസിന് ആ ഒരു റോന്റെ നമ്പർ കുറച്ചാ പോരെ ആ അല്ലേ. ഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ ഒരു വലിയൊരു പാറ്റേൺ, ഇതിന്റെ ഒരു വലിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് 10 റോസ് ഉണ്ട്. അതിൽ എനിക്ക് ഏഴാമത്തെ റോയിൽ എത്ര സ്പേസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 10 മൈനസ് 7. 10 മൈനസ് 7 ആയിരിക്കും അല്ലെ. അപ്പൊ അതിൽ എത്ര സ്പേസ് ഉണ്ടാവും? 3 സ്പേസ് അല്ലേ ഉണ്ടാവുക. ഇനി ഞാൻ പറയാണ്, എനിക്ക് അതിനകത്ത് n നമ്പർ ഓഫ് റോസ് ഉണ്ട്. ഓക്കെ, ആ n നമ്പർ ഓഫ് റോസിൽ 10ാമത്തെ റോയിൽ എത്ര സ്പേസ് ഉണ്ടാവും? 1 മൈനസ് 10. n മൈനസ് 10 സ്പേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു കണ്ടീഷൻ ആയിട്ട് എങ്ങനെ പറയാം? k എന്ന് പറയുന്നത് എന്തായിരിക്കും? k ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് റോസ് മൈനസ് i ആയിരിക്കും അല്ലെ. ഈ ഒരു കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്ര? 5 ആണ്. മൈനസ് i ആയിരിക്കും k എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇതിലിപ്പോ 5 റോ എന്നുള്ളതുകൊണ്ട് ഞാൻ 5 തന്നെ കൊടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് വെച്ചൊരു വേരിയബിളോട് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ വേരിയബിൾ മൈനസ് i കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ 5 മൈനസ് i എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കണ്ടീഷൻ കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാലോ. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യം എന്ത് കൊടുക്കണം? ഇനീഷ്യലൈസേഷൻ. i ഏത് സ്റ്റാർട്ട് ചെയ്യണം? എത്രാമത്തെ റോയിൽ? 1ാമത്തെ റോ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് കൊടുത്തു? i ഈക്വൽ ടു 1 കൊടുത്തു. ന്റെ കണ്ടീഷൻ എന്താ? വൈൽ i നോക്കുക, ന്റെ കണ്ടീഷൻ എന്താ? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. i എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു. ഇനി j ന്റെ ലൂപ്പ് ആണോ കൊടുക്കേണ്ടത്, k ന്റെ ലൂപ്പ് ആണോ കൊടുക്കേണ്ടത്? k ന്റെ അല്ലെ. എന്തുകൊണ്ടാ? ആദ്യത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് നമുക്ക് പ്രിന്റ് ചെയ്യണം? സ്പേസ് പ്രിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം എന്ത് കൊടുക്കണം? k ന്റെ ലൂപ്പ് വേണം കൊടുക്കാൻ. അപ്പൊ എന്ത് കൊടുത്തു? k യും 1ൽ സ്റ്റാർട്ട് ചെയ്യണം. k ന്റെ കണ്ടീഷൻ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്ക്, 5 മൈനസ് i ആണ്. അപ്പൊ എന്ത് കൊടുത്തു? 5 മൈനസ് i എന്ന് കൊടുത്തു. എന്താ അവിടെ എന്താ പ്രിന്റ് ചെയ്യണ്ടേ? സ്പേസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. ഇനി അത് ഒരേ റോയിൽ സ്പേസ് വേണ്ടേ. അപ്പൊ എന്ത് കൊടുക്കണം? n ഈക്വൽ ടു സ്പേസ് കൊടുക്കും. ഓക്കെ, ഇനി k ന്റെ അപ്ഡേഷൻ വേണ്ടേ? k ഈക്വൽ ടു k പ്ലസ്. അപ്പൊ എന്തായി? അവിടെ സ്പേസിന്റെ ലൂപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മളെ j ന്റെ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അടുത്ത വൈൽ ലൂപ്പാണ്. അപ്പൊ j ൽ സ്റ്റാർട്ട് ചെയ്തു, 1ൽ സ്റ്റാർട്ട് ചെയ്തു. j ന്റെ കണ്ടീഷൻ എന്താ? j ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ആണ് അല്ലെ. ഓക്കെ, ഇതിലെന്താ പ്രിന്റ് ചെയ്യണ്ടേ? j നമ്മൾ എന്തിനാ സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കാനാ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പ്രിന്റ് സ്റ്റാർ കൊടുത്തു. ഒരേ ലൈനിൽ വരാൻ വേണ്ടി അവിടെ എന്ത് കൊടുക്കണം? എൻഡ് കൊടുക്കണം. അപ്പം എൻഡ് ഈക്വൽ ടു എന്ത് കൊടുത്തു? ഒരു സ്പേസ് കൊടുത്തു. ഇനി j ന്റെ അപ്ഡേഷൻ കൊടുക്കണ്ടേ? j ഈക്വൽ ടു j പ്ലസ് 1 കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി? k ന്റെ ലൂപ്പ് കംപ്ലീറ്റ് ആയി, j ന്റെ ലൂപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളെ i ന്റെ അപ്ഡേഷൻ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ i ന്റെ അപ്ഡേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നെക്സ്റ്റ് റോ, അടുത്ത റോയിൽ വരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ i ന്റെ അപ്ഡേഷൻ കൊടുക്കാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് റൺ ചെയ്ത് നോക്കാം. നോക്ക്, ഇതല്ലേ നമ്മളിപ്പം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ പാറ്റേൺ അല്ലേ. കിട്ടിയോ? ക്ലിയർ ആണോ? ഏതെങ്കിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ ഒന്നും കൂടി ഇപ്പൊ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ എന്താ കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റാണ്ടിരുന്ന കെന്റെ? കുറെ നാളായി.
ചെയ്ത് കഴിഞ്ഞോ? കേൾക്കുന്നുണ്ടോ? ആ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, കഴിയുമ്പോ പറയണേ. ആ ചെയ്തു. കിട്ടിയില്ലേ? ആ അപ്പൊ ഇതിന്റെ റിവേഴ്സ് ഓർഡർ നാളത്തേക്ക് ചെയ്ത് നോക്കണേ. ആ ഓക്കെ. അപ്പൊ ഇതേപോലെ കൂടുതൽ കുറെ പാറ്റേൺസ് എന്ത് ചെയ്യാ കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ലിസ്റ്റ്. നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്പ് പഠിച്ചു? ഏതൊക്കെയാ ഡാറ്റ ടൈപ്പ് നോക്കിയിട്ടുള്ളത്? സ്ട്രിങ്, ആ ഇൻഡിജർ, ഫ്ലോട്ട്, ഉം. പിന്നെ ടൈപ്പ്. ഏതാ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ്? ഒരു ഫംഗ്ഷൻ ആണ് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാനുള്ളത്. ആ ഡാറ്റ ടൈപ്പ് ഏതൊക്കെ പഠിച്ചു? ഇൻഡിജറും ഫ്ലോട്ടും. സ്ട്രിങ്, ഇന്റ്, ഫ്ലോട്ട്, ബൂളിയൻ അല്ലേ? ബൂളിയൻ. ഈ 4 നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളത്. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇത് 4 അല്ലാണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് ബാക്കി കളക്ഷൻ ഡാറ്റ ടൈപ്സ് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ? അതിന്റെ ഫസ്റ്റ് വൺ ആണ് എന്ത്? ലിസ്റ്റ്. എന്താ? ലിസ്റ്റ്. ഓക്കെ. നമ്മൾ ഇപ്പൊ നോക്കിയത് നമുക്ക് ഒരു വേരിയബിൾ, ഏതെങ്കിലും ഒരു വേരിയബിളിനകത്ത് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ നോക്കിയിട്ടുള്ളത് അല്ലെ? ഇപ്പൊ എയിലോട്ട് 5 സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ എയിലോട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രിങ് അനു എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി ഇങ്ങനെ അല്ലാണ്ട് എനിക്ക് ഒറ്റ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഒന്നിലധികം വാല്യൂസ് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യണം. ഇപ്പൊ എനിക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഏത് സ്റ്റോർ ചെയ്യണം? എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ. അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആണ് എന്ത്? ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു വേരിയബിളിലോട്ട് നമുക്ക് ഒന്നിലധികം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഒരു ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് വെറുതെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ ഇതെന്താ? ഇതൊരു ലിസ്റ്റ് ആണ്. പക്ഷെ ഇതെന്താ? ഒരു എംപ്റ്റി ലിസ്റ്റ് ആണ്. അതായത് ലിസ്റ്റിനകത്ത് വാല്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇപ്പൊ ഞാൻ വാല്യൂ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇതെന്താ? എംപ്റ്റി ലിസ്റ്റ് ആണ്. ഇത് ലിസ്റ്റ് തന്നെയാണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിന്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്താൽ മതി അല്ലെ? എങ്ങനെയാ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുക? ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നോക്കാം. പ്രിന്റ്, ഞാൻ ടൈപ്പ് ഓഫ് എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കിയിട്ട് എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെങ്കിലോ എന്ത് കൊടുത്താൽ മതി? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇനി എന്തൊക്കെ വാല്യൂസ് ആണോ കൊടുക്കേണ്ടത് വാല്യൂ കൊടുക്കുക. എന്ത് വെച്ചാൽ മതി? കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇതിപ്പോ ഒരു ലിസ്റ്റ് ആണ്. ഞാനിപ്പോ ഇത് പ്രിന്റ് ചെയ്യിച്ചെങ്കിലോ? പ്രിന്റ് എന്ന് കൊടുത്തെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ആ ലിസ്റ്റ് എനിക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യിച്ചു വരും. കണ്ടോ? ഞാനിപ്പോ കൊടുത്ത അതേ ഓർഡറിലുള്ള എനിക്ക് ലിസ്റ്റ് ഔട്ട്പുട്ട് കിട്ടിയത്. അതായത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് കളക്ഷൻ ആണ്. ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ് എന്ത്? ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ഓർഡേർഡ് കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്ത് പറഞ്ഞു? ലിസ്റ്റ് എപ്പോഴും എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ജസ്റ്റ് വെറുതെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ അതെന്താ? അതൊരു എംപ്റ്റി ലിസ്റ്റ് ആണ്. ഇത്രയും ക്ലിയർ ആണോ?
ഇനി പറയാനുള്ളത് നമുക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തോട്ട് പുതിയ വാല്യൂസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ പറ്റും. അതായത് നമുക്ക് അതിനെ എഡിറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റിന് എന്ത് പറയും, മ്യൂട്ടബിൾ ആണ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ ഒരു ഓപ്പറേറ്റർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ, മ്യൂട്ടബിൾ എന്താ ഇമ്മ്യൂട്ടബിൾ എന്താന്നുള്ളത്. അപ്പൊ ലിസ്റ്റ് എന്താ, മ്യൂട്ടബിൾ കളക്ഷൻ ആയിട്ട് ആണ്. അതായത് നമുക്ക് അതിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തെങ്കിൽ പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ആയിട്ട് ആണ്. അപ്പൊ എന്താ ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? ക്രമമായിട്ട് നമ്പർ തരംതിരിച്ച്. ഇപ്പൊ നമുക്ക് വലിയ ബുക്കിലൊക്കെ ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും ഫസ്റ്റ് പേജിൽ. എന്തിനാ ഇൻഡെക്സ് നമ്പർ? ക്രമം മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് ഏതെങ്കിലും ഒരു പേജ് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ, ഓരോ പേജ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇപ്പൊ ലിസ്റ്റിനകത്ത് പറഞ്ഞാൽ കുറെ എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. എനിക്ക് അതിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ മാത്രം എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് അതിനെ മാത്രം ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാ എലമെന്റിന് ഇൻഡെക്സ് നമ്പർ കൊടുക്കുക എന്നുള്ളത് നോക്കണ്ടേ? നോക്കാം. എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്താ മറ്റേ ഇൻഡെക്സ് നമ്പർ എപ്പോഴും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക? 0. ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ 3ന്റെ ഇൻഡെക്സ് നമ്പർ എന്താ, 0. 0. 5ന്റേത് 1, 7ന്റേത് 2, 3, 4. അങ്ങനെ 9ന്റെ ഇൻഡെക്സ് നമ്പർ എത്രയായിരിക്കും? 5 അല്ല 0 5 അല്ല 4 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇൻഡെക്സ് നമ്പർ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എത്രയാ? ഇതിലിപ്പോ എത്ര എലമെന്റ്സ് ഉണ്ട്? ഈ ലിസ്റ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്. ഈ ലിസ്റ്റിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമ്മുടെ ലിസ്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത്. എത്ര എലമെന്റ്സ് ഉണ്ടോ അതാണ് എന്റെ ലിസ്റ്റിന്റെ സൈസ്. അപ്പൊ നോക്കി, ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താ, 5 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എത്രയാ? 0, 1, 2, 3, 4 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ. അതായത് ഒരു ലിസ്റ്റിൽ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 എന്നും ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ആ ലിസ്റ്റിന്റെ സൈസ് -1 ആയിരിക്കും. ഓക്കെ. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് -1 ആയിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാ കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലെ. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, സൈസ് -1 ആയിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ. ഇനി ഇതേപോലെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് നോക്കുക, ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇൻഡെക്സ് നമ്പർ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പോകുന്നതെങ്കിൽ 9ന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 9 എന്ന് പറഞ്ഞ ഇപ്പൊ 2 ഇൻഡെക്സ് നമ്പർ ഉണ്ട് അല്ലെ. ഒന്നിക്കൽ ഇൻഡെക്സ് നമ്പർ എന്ത് എന്ന് പറയാം, 4 ആണെന്ന് പറയാം. എങ്ങനെ, ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോ. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോ 9ന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാ, -1 ആണ്. ക്ലിയർ ആണോ? അപ്പൊ 8ന്റെ എന്തായിരിക്കും, -2 ആണ്. 7ന്റേത് എത്രയാ, -3, -4, -5. ക്ലിയർ ആണോ? -1 ആണോ? -1. ഓക്കെ. ലെഫ്റ്റ് നിന്ന് പോകുമ്പോ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ് നിന്ന് പോകുമ്പോ -1 എന്നാ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്കിനി ഇൻഡെക്സ് നമ്പർ വെച്ച് ഓരോ നമ്പർ അല്ലെങ്കിൽ ഓരോ എലമെന്റിനും എങ്ങനെ ആക്സസ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇൻഡെക്സ് നമ്പർ വെച്ച് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് കൊടുത്താൽ മതി നോക്കാം. ഇപ്പൊ ലിസ്റ്റിന്റെ പേര് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റ്. എന്തോ -1 വെച്ചിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ? എല്ലാം കാണിച്ചു തരാം. ആദ്യം മുതലേ പറയട്ടെ. ഓക്കെ. ആദ്യം നമുക്ക് പോസിറ്റീവ് ഇൻഡെക്സിങ് നോക്കിട്ട് നോക്കണ്ടേ? ഓക്കെ. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, അതായത് എ കഴിഞ്ഞു, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇപ്പൊ ഞാൻ 0 കൊടുത്തു. എനിക്ക് എന്ത് കിട്ടും, 0th പൊസിഷനിലുള്ള എലമെന്റിന് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പൊ 0th പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ 0 ആയിട്ടുള്ള എലമെന്റ് ഏതാ, 3 അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ പ്രിന്റ് A0 എന്ന് കൊടുത്ത് എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, 3 ആയിരിക്കും കിട്ടും. ഓക്കെ. ഇനി A0 പകരം A1 കൊടുത്താലോ, ഒന്നാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ 0, 1, ഒന്നാമത്തെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാ, 5 ആണ് അല്ലെ. ഇനിയിപ്പോ 4 കൊടുത്തെങ്കിൽ എന്ത് കിട്ടും, 9 കിട്ടും. ഓക്കെ. ഇതാണ് എന്ത്, പോസിറ്റീവ് ഇൻഡെക്സിങ്. ഇങ്ങനെ ഇൻഡെക്സ് നമ്പർ വെച്ച് ആക്സസ് ചെയ്യുക, ലിസ്റ്റിന്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ മതി. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ് ആണെങ്കിലോ, A of -1 കൊടുത്തെങ്കിൽ എന്ത് കിട്ടും,
ഞാൻ പറഞ്ഞു റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എന്ത് പറയുന്നത് നെഗറ്റീവ് ഇൻഡെക്സിങ്. അപ്പൊ -1 കൊടുത്തെങ്കിൽ ഏതായിരിക്കും കിട്ടുക 9 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇനി -2 ആണ് കൊടുക്കുന്നെങ്കിലോ ഔട്ട്പുട്ട് എന്തായിരിക്കും 8 ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് എന്ത് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ലിസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നോക്കാനുള്ളത്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യുക, ഇതേപോലെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ടൈപ്പ് കണ്ടുപിടിക്കുക, ഇൻഡെക്സ് നമ്പർ വെച്ച് ഏതെങ്കിലും 2-3 എലമെന്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് ഫങ്ഷൻസ് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഫങ്ഷൻസ് എന്തായാലും നാളെ നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ എന്നാല് ഇതിന്റെ വൈൽ ലൂപ്പിന്റെ നോട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ.